എഡ്യൂക്കേഷൻ മിനിസ്റ്ററെ കണ്ടായിരുന്നു. അപ്പം അദ്ദേഹം പറയുന്നത് നമുക്ക് ലിസ്റ്റ് കാലാവധി നീട്ടിത്തരാമെന്നുള്ള ഒരു കാര്യം പരിഗണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് നീട്ടിയത് കൊണ്ട് ഒരു കാര്യമായില്ല. റേഷ്യോ കുറയ്ക്കാതെ, അധ്യാപക വിദ്യാർത്ഥി റേഷ്യോ കുറയ്ക്കാതെ നിലവിലെ സാഹചര്യത്തിൽ ഒരു നിയമനം പോലും നടക്കില്ല. പക്ഷേ ഈ ഉറപ്പ് നമുക്ക് അവിടെ നിന്ന് ധനകാര്യ വകുപ്പിലോട്ട് എത്തി, അവിടെ നിന്ന് ക്യാബിനറ്റിലോട്ട് എത്തി, അവിടെ നിന്ന് ഇത് പാസ്സാക്കി എടുക്കുന്നത് വരെ ഞങ്ങളിവിടെ സമരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. കാരണം ഇതല്ലാതെ ഞങ്ങൾക്ക് വേറെ മാർഗ്ഗമില്ല. ഞങ്ങൾക്ക് ഈ റേഷ്യോ കുറച്ചാൽ മാത്രമേ ഞങ്ങളുടെ റാങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, അതായത് 4 ജില്ലകളിൽ ഒരാൾ പോലും നിയമനം നടത്തിയിട്ടില്ല. നിലവിൽ നിങ്ങളിപ്പോൾ DL-Edും TTCയും അതുപോലെ B.Ed, M.Ed ഒക്കെ കോഴ്സുകൾ പാസ്സായി ഇങ്ങനെ ഓരോ വർഷം ഇറങ്ങുകയാണ് ഉദ്യോഗാർത്ഥികൾ. എന്തിനാണ് അങ്ങനെ ഒരു സ്ഥാപനം? തൽക്കാലം അത് സ്റ്റോപ്പ് ചെയ്യണ്ടേ? ഇത്രയും ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷയോടെയല്ലേ പഠിക്കുന്നത്. നമസ്കാരം. LP-ST റാങ്ക് പട്ടികയിൽ വന്ന ഉദ്യോഗാർത്ഥികളുടെ സമരം ഇന്ന് 15ാം ദിവസം പിന്നിടുകയാണ്. സെക്രട്ടേറിയറ്റിന് മുൻപിലാണ് ഇക്കഴിഞ്ഞ ദിവസം മണ്ണ് വാരിത്തിന്നും അതുകൂടാതെ ചുട്ടുപൊള്ളുന്ന വെയിലിൽ നടു റോഡിൽ മുട്ടുകുത്തിക്കൊണ്ടും അവർ പ്രതിഷേധം നടത്തിയിരുന്നു. ആ പ്രതിഷേധത്തിന് ഇപ്പോൾ ഒരു ഉത്തരം അല്ലെങ്കിൽ ഫലം കാണുകയാണ്. അവർ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയെ നേരിൽ കണ്ട് അവരുടെ വിഷയങ്ങൾ അറിയിച്ചിരിക്കുന്നു. എന്താണ് നിലവിൽ ഈ ഒരു സമരത്തെ കണ്ടില്ല എന്നുള്ള ഒരു മനോഭാവമായിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സർക്കാർ സമീപിച്ച ഒരു സമീപനം. അതിൽ വലിയ രീതിയിൽ ഒരു അയവ് വരുന്നു എന്നുള്ള സൂചനയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും ഈ ഒരു സമരം നയിക്കുന്ന വലർമതി ഇപ്പോൾ മറുനാടിനോട് പ്രതികരിക്കുകയാണ്. ഇന്നലെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററെ കണ്ടായിരുന്നു. അപ്പം അദ്ദേഹം പറയുന്നത് നമുക്ക് ലിസ്റ്റ് കാലാവധി നീട്ടിത്തരാമെന്നുള്ള ഒരു കാര്യം പരിഗണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് നീട്ടിയത് കൊണ്ട് ഒരു കാര്യമായില്ല. റേഷ്യോ കുറയ്ക്കാതെ, അധ്യാപക വിദ്യാർത്ഥി റേഷ്യോ കുറയ്ക്കാതെ നിലവിലെ സാഹചര്യത്തിൽ ഒരു നിയമനം പോലും നടക്കില്ല. ഇപ്പം തന്നെ 4 ജില്ലകളിലായിട്ട് ഡിവിഷൻ ഫോൾ വന്നു കഴിഞ്ഞു. അത്ര അധ്യാപകരെ പുനർവിന്യസിച്ചു. ആ പുനർവിന്യസിക്കാൻ നമ്മുടെ ഒഴിവുകൾ എടുത്തു വെക്കുകയായിരുന്നു, റിട്ടയർമെൻറ്റ് ഒഴിവുകൾ, മറ്റ് ഫ്രഷ് വേക്കൻസി. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സംഭവം നടക്കുന്ന സമയത്ത് നമുക്ക് ഒരാൾ പോലും, നമ്മുടെ ലിസ്റ്റിൽ നിന്ന് ഒരാൾ പോലും കയറിപ്പോവില്ല, ഒരു നിയമനം കിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് പരിഗണിക്കണം എന്നുള്ളൊരു ആവശ്യം പറഞ്ഞിരുന്നു. അപ്പോൾ അതിനായിട്ടുള്ളൊരു പ്രപ്പോസൽ തയ്യാറാക്കാനായിട്ട് എഡ്യൂക്കേഷൻ സെക്രട്ടറിയോട് നിർദ്ദേശം നൽകുമെന്ന് ഉള്ള ഉറപ്പ് തന്നിട്ടുണ്ട്. പക്ഷേ ഈ ഉറപ്പ് നമുക്ക് അവിടെ നിന്ന് ധനകാര്യ വകുപ്പിലോട്ട് എത്തി, അവിടെ നിന്ന് ക്യാബിനറ്റിലോട്ട് എത്തി, അവിടെ നിന്ന് ഇത് പാസ്സാക്കി എടുക്കുന്നത് വരെ ഞങ്ങളിവിടെ സമരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഇത് എത്ര സമയം എന്നുള്ള ഒരു സമയം പോലും നമ്മളോട് പറഞ്ഞിട്ടില്ല. സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ പരിഗണിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വിചാരിക്കുന്നത്. വാക്കാലാണ് നിലവിൽ ഇപ്പോൾ പറഞ്ഞത്. അതെ 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 അത് എത്രയും പെട്ടെന്ന് നടക്കുക എന്ന് പറഞ്ഞ ഒരാഴ്ച കൊണ്ടൊക്കെ നടക്കുന്ന ഒരു വിഷയമാണോ എന്നുള്ളത് നമുക്കും സംശയമാണ്. ഇത് കുറച്ച് സ്റ്റഡി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് സ്റ്റഡി ചെയ്ത് അവർ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് നടത്തി തരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടെ നിൽക്കുന്നത്. എന്തായാലും ആ ഒരു പ്രപ്പോസൽ തയ്യാറാകുന്നത് വരെ ഇവിടെ സമരം ചെയ്യാൻ തന്നെയാണ് തീരുമാനം. അല്ല, പ്രപ്പോസൽ തയ്യാറാവുക എന്നുള്ളതല്ല, പ്രപ്പോസൽ തയ്യാറായി ധനകാര്യ വകുപ്പിലെത്തി, അവിടെ നിന്ന് ക്യാബിനറ്റിലോട്ട് എത്തി, അത് അവിടെ നിന്ന് സാങ്ഷൻ ആവണം. അതുവരെ ഞങ്ങളിവിടെ തുടരും. കാരണം ഇതല്ലാതെ ഞങ്ങൾക്ക് വേറെ മാർഗ്ഗമില്ല. ഞങ്ങൾക്ക് ഈ റേഷ്യോ കുറച്ചാൽ മാത്രമേ ഞങ്ങളുടെ റാങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, അതായത് 4 ജില്ലകളിൽ ഒരാൾ പോലും നിയമനം നടത്തിയിട്ടില്ല. അതുപോലെ തന്നെ നിലവിൽ കണ്ണൂർ, വയനാട് പോലുള്ള ജില്ലകളിൽ ഒരു ആളുടെ അപ്പോയിൻമെൻറ്റാണ് നടന്നിരിക്കുന്നത്. അതെങ്ങനെയാണ് നമ്മൾ ഒരു നിയമനം നടന്നു എന്ന് പറയാൻ പറ്റുക? കഴിഞ്ഞ ലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ 4000-ൽ കൂടുതൽ ആളുകളുടെ അപ്പോയിൻമെൻറ്റ് നടത്തുന്ന ആ ഒരു സാഹചര്യത്തിൽ നിലവിൽ 2 അധ്യയന വർഷം പിന്നിടുന്ന സമയത്ത് ആകെ 239 പേരുടെ നിയമനം മാത്രമേ നടന്നിട്ടുള്ളൂ. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപകർക്കുള്ള പങ്ക് എന്താണെന്നുള്ളത്, അധ്യാപകർ ഇനി ആവശ്യമുണ്ടോ എന്നുള്ള രീതിയൊക്കെ പരിഗണിക്കുകയാണെങ്കിൽ, അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, നിലവിൽ നിങ്ങളിപ്പോൾ DL-Edും TTCയും അതുപോലെ B.Ed, M.Ed ഒക്കെ കോഴ്സുകൾ പാസ്സായി ഇങ്ങനെ ഓരോ വർഷം ഇറങ്ങുകയാണ് ഉദ്യോഗാർത്ഥികൾ. എന്തിനാണ് അങ്ങനെ ഒരു സ്ഥാപനം? തൽക്കാലം അത് സ്റ്റോപ്പ് ചെയ്യണ്ടേ? ഇത്രയും ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷയോടെയല്ലേ പഠിക്കുന്നത്, അല്ലേ? പഠിച്ചിറങ്ങുന്നത് തീർച്ചയായിട്ടും ഈ അധ്യാപനത്തിൽ കയറാമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ടും ആശ കൊണ്ടുമാണ്. അപ്പോൾ അത് നിർത്തിവെക്കുക, തൽക്കാലമെങ്കിലും നിർത്തിവെക്കുക. അതേപോലെ ഈ PSC പരീക്ഷ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിയമനം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെന്തിനാണ് അടുത്ത പരീക്ഷ നടത്തുന്നത്? ഈ പരീക്ഷ നടക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ചുമ്മാ പെട്ടെന്ന് പോയി ഒരു പരീക്ഷ എഴുതല്ല, വർഷങ്ങളുടെ അധ്വാനമുണ്ട് അതിൽ. അത് ഓരോ ആളുകളുടെയും, ഒരു പരീക്ഷ എഴുതുന്ന ഓരോ ഉദ്യോഗാർത്ഥിയുടെയും സ്ട്രഗിൾ എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല.
ഒരു സാധാരണ ഇപ്പോൾ ഒരു DLED കഴിഞ്ഞ് ഒരു +2 കഴിഞ്ഞ് ഒരു ഡിഗ്രി കഴിഞ്ഞ് ഒരു 23-25 വയസ്സിനുള്ളിലല്ല ഇത് എഴുതുന്നത്. ഓരോ പ്രാരാബ്ധങ്ങൾക്കിടയിൽ എഴുതുന്ന ഒത്തിരി ഉദ്യോഗാർത്ഥികളുണ്ട്, സ്ത്രീകളായിട്ടും പുരുഷന്മാരായിട്ടും. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രിയെ നിലവിലിപ്പോൾ ഉദ്യോഗാർത്ഥികൾ കണ്ടിരിക്കുന്നു. അവരുടെ വിഷയങ്ങൾ കേൾക്കാൻ മന്ത്രി തയ്യാറായിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെല്ലാം തന്നെ പരിഹരിക്കുമെന്ന് ഉദ്യോഗാർത്ഥികൾക്ക് നിലവിലിപ്പോൾ വാക്കാൽ മന്ത്രി ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ആ ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ സെക്രട്ടേറിയറ്റിന് മുൻപിൽ അവർ ഈ ഒരു സമര പന്തലിൽ ഇരിക്കുന്നതും. എന്തായാലും മന്ത്രി ഈ ഒരു ഉറപ്പ് നൽകി എങ്കിലും ആ ഒരു ഉറപ്പ് ഫലത്തിൽ വന്നാൽ മാത്രമേ അവർ സമരം പിൻവലിക്കൂ എന്നുള്ള ഉറച്ച തീരുമാനവും അവർ വ്യക്തമാക്കുകയാണ്. ക്യാമറമാൻ ആഷിഖിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.